ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് വിത്ത് ആനന്ദ്. ഇന്ന് നമുക്ക് ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ആദ്യം കുറച്ച് അരിപ്പൊടി, 1/2 കിലോ അരിപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു 3, 4, 5 ഇതൾ കളഞ്ഞ ഏലക്കായ പ്ലേറ്റിലേക്ക്, അരിപ്പൊടി ഇട്ടിരിക്കുന്ന പ്ലേറ്റിലേക്ക് തന്നെ ഇടുക. അതിനുശേഷം ഒരു ജാർ എടുത്തിട്ട് 2, 3 പഴം, നമ്മൾ ഇതിൽ പാളയംതൊടൻ പഴമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ 2 പാളയംതൊടൻ പഴം ഇടുക. അതിനുശേഷം ശർക്കര തിളപ്പിച്ചത്, വെള്ളം ഒഴിച്ച് തിളപ്പിച്ച ലിക്വിഡ് പോലെ ആക്കിയെടുത്തത് ശർക്കര, അത് കുറച്ച് ആവശ്യത്തിന് കുറച്ച് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക്, അരിപ്പൊടിയുള്ള പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് രണ്ട് പഴം മതിയാകും. മാറ്റി വെച്ചതിന് ശേഷം അത് അരിപ്പൊടിയിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം സോഡാപ്പൊടി വളരെ കുറച്ച് സോഡാപ്പൊടി മതിയാകും. കൂടിപ്പോകാൻ നോക്കുക. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മളിത് ഒരു പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി ഒഴിക്കുന്നത്, അതുകൊണ്ട് കൂടി വരാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് വളരെ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് തന്നെ 1 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് അടുത്തതായി തേങ്ങാപ്പൂട്, അത് തേങ്ങ ചെറുതായി അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തതാണ്. അത് ആവശ്യമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് അത് വേണമെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫുള്ളായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് നമുക്ക് ഏകദേശം 3/4 ഈ ഹോളും കഴിഞ്ഞ് ഒരു ലെയർ മുകളിലായിട്ട് വരുന്നൊക്കെ വിധത്തിൽ എണ്ണ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് നേരം ചൂടാക്കാൻ വയ്ക്കുക. അതിനുശേഷം ഓരോ ഹോളിലേക്കും നമ്മുടെ മാവ് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുത്തതിന് ശേഷം മറിച്ചിടുക. ആദ്യമൊക്കെ ഇളകി വരാൻ കുറച്ച് പാടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്ലേറ്റ് ഒന്ന് ഹോട്ടായിട്ട് വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ആദ്യം കുറച്ച് ഇളകി വരാൻ പാടായിരിക്കും. അതിന് ശേഷമുള്ള എല്ലാ ഉണ്ണിയപ്പവും വളരെ പെട്ടെന്ന് തന്നെ ഇളകി വരുന്നതാണ്. എന്നിട്ട് എല്ലാം ഒന്ന് മറിച്ചിടുക. കുറച്ച് നേരം അടുത്ത സൈഡും കൂടെ ഒന്ന് ചൂടായി വരുന്നത് കാത്തിരിക്കുക. എന്നിട്ട് ഓരോന്നായി എടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉണ്ണിയപ്പം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ് ഉണ്ണിയപ്പം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് ബി അവർ ഗസ്റ്റ്. സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.